ICCയുടെ പുതിയ T20 റാങ്കിംഗ് എത്തിയിരിക്കുകയാണ്. ബാറ്റിംഗ് റാങ്കിങ്ങിൽ നിന്ന് ആദ്യ 10 നിന്ന് പുറത്തായിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. പുതിയ റാങ്കിങ്ങിൽ 3 സ്ഥാനം താഴേക്കിറങ്ങിയ സൂര്യ നിലവിൽ 13ാം സ്ഥാനത്താണുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ മികച്ച പ്രകടനത്തോടുകൂടി ഇന്ത്യയുടെ തിലക് വർമ്മ ഒരു സ്ഥാനം ഉയർന്ന് 3ാം സ്ഥാനത്തെത്തിയപ്പോൾ അഭിഷേക് ശർമ്മ തന്നെ 1ാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെ ഫിൽ സോൾട്ടാണ് 2ാം സ്ഥാനത്ത്. ഇന്ത്യക്കെതിരായ T20 പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത ദക്ഷിണാഫ്രിക്കയുടെ ഡെവാൾ ബ്രേവിസ് 5 സ്ഥാനം ഉയർന്ന് 10ാം സ്ഥാനത്തേക്കാണ് എത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന T20യിൽ മാത്രം അവസരം ലഭിച്ച സഞ്ജു സാംസൺ 5 സ്ഥാനം ഉയർന്ന് 42ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. സഞ്ജു സാംസനെ സംബന്ധിച്ച് 5 സ്ഥാനം ഉയർന്ന് മികച്ചൊരു പൊസിഷനിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയും അതോടൊപ്പം തന്നെ T20 ലോകകപ്പും സഞ്ജുവിന്റെ റാങ്കിംഗ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് കാരണമായി മാറും. ദക്ഷിണാഫ്രിക്കയുടെ ക്വിന്റൻ ഡേക്കോക്ക് 7 സ്ഥാനം മെച്ചപ്പെടുത്തി 36ാം സ്ഥാനത്തെത്തിയപ്പോൾ പരമ്പരയിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ശുഭ്മാൻ ഗിൽ ഒരു സ്ഥാനം താഴേക്കിറങ്ങി 31ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ വരുൺ ചക്രവർത്തി 1ാം സ്ഥാനം നിലനിർത്തിയപ്പോൾ 2 സ്ഥാനം നഷ്ടമായ അക്സർ പട്ടേൽ 15ാം സ്ഥാനത്തേക്കാണ് മാറിയത്. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയാണ് റാങ്കിങ്ങിൽ നേട്ടം കൊയ്ത മറ്റൊരു താരം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന T20യിൽ മികവ് കാട്ടിയ ബുംറ 10 സ്ഥാനം ഉയർന്ന് 18ാം സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. T20 ലോകകപ്പിന് മുൻപ് അടുത്ത മാസം ന്യൂസിലാൻഡിനെതിരായി T20 പരമ്പരയിലാണ് ടീം ഇന്ത്യ കളിക്കുന്നത്. 5 മത്സര പരമ്പരയിൽ മികവ് കാട്ടിയാൽ തീർച്ചയായിട്ടും എല്ലാ ഇന്ത്യൻ താരങ്ങൾക്കും റാങ്കിംഗ് മെച്ചപ്പെടുത്താനുള്ള വലിയ അവസരം തന്നെയാണ് മുന്നിലുള്ളത്.